ഹായ് ഡിയർ ഫ്രണ്ട്സ്, കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ കണ്ണൂരിലെ ഒരു ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിന് ഒരു പ്രത്യേകിച്ചൊരു പേര് പോലും, ഒരു നെയിം ബോർഡ് പോലും ഇല്ല. അതാണ് നമ്മുടെ ഉണക്കൻ ഭാരതി എന്നറിയപ്പെടുന്ന ഹോട്ടൽ. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ല ചോയ്സ് എന്ന് തന്നെ പറയാം. കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ എം എ റോഡിലേക്ക് പോയാൽ കണ്ണൂർ മാർക്കറ്റിലാണ് നമ്മുടെ ഈ ഉണക്കൻ ഭാരതി ഹോട്ടൽ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, മട്ടൻ ചാപ്സും പുട്ടും. മട്ടൻ കറി എന്നും പറയാം, മട്ടൻ ചാപ്സ് എന്നാൽ പറയുക. അത് അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, വെള്ളയപ്പം, പിന്നെന്താ ഇടിയപ്പം, അങ്ങനെ പിന്നെ മട്ടൻ ചാപ്സിൻ്റെ അകത്ത് പുട്ടിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് തരിക. അത് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പപ്പടം മിക്സ് ചെയ്തിട്ട് കഴിക്കും. പിന്നെ പഴം പപ്പടം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. ചെറുപയർ ഇഡ്ഡലി, അങ്ങനെ വെറൈറ്റി കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ അത് തമ്മിൽ ചേരില്ല എന്ന് തോന്നുന്ന പലതും ഇഡ്ഡലീൻ്റെ കൂടെ ഈ മട്ടൻ കറി കഴിക്കുന്നുണ്ട്, ഇഡ്ഡലീൻ്റെ കൂടെ ചെറുപയർ കഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റി കോമ്പിനേഷൻസ് പോലും വളരെ രുചിയായിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. കണ്ണൂരിലുള്ള ആരും ബ്രേക്ക്ഫാസ്റ്റിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചോയ്സാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിനെ പറ്റി പറയുമ്പോൾ കുറേ ആൾക്കാർ അഭിപ്രായം പറയും, അത് അങ്ങനെയല്ല, അത് ടേസ്റ്റില്ല, ഇത് ടേസ്റ്റില്ല എന്നൊക്കെ പറയും. അതെല്ലാം ഓരോരാളുടെ ടേസ്റ്റിൻ്റെ രീതിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ണൂർ തിരഞ്ഞെടുക്കുന്ന ഒരു ചോയ്സാണ് ഉണക്കൻ ഭാരതി. ഉണക്കൻ ഭാരതി എന്ന് എങ്ങനെ പേര് വന്നതെന്നൊന്നും അറിയില്ല. 10-75 വർഷം പഴക്കമുണ്ട് ഈ ഹോട്ടലിൽ നിന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. ഒരു ചെറിയ ഹോട്ടലാണ്. അങ്ങനെ നമ്മൾ പല വട്ടവും രാവിലെ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നമ്മൾ മീനെല്ലാം വാങ്ങാൻ പോകുന്ന ദിവസം മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി അങ്ങനെ നേരെ പോയി ഈ ഉണക്കൻ ഭാരതിയിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. മട്ടൻ ചാപ്സും പുട്ടുമാണ് അധികം കഴിക്കാറുള്ളത്. കണ്ണൂരുകാരാണെങ്കിൽ മിക്കവാറും ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരും കഴിക്കാത്തവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ. താങ്ക്